ഹലോ ട്രേഡേഴ്സ്. അപ്പോൾ ഇന്നെൻ്റെ എൻട്രി നിഫ്റ്റിയിലാണ്. ഈ ഒരു ഓർഡർ ബ്ലോക്കിലാണ് കേട്ടോ ഞാൻ എൻട്രി ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 1:2 സെറ്റപ്പാണ്. നമുക്കറിയാം സ്റ്റിൽ നിഫ്റ്റി ഒരു ബുള്ളിഷ് ട്രെൻഡാണ്. അപ്പോൾ നമ്മളൊരു കൗണ്ടർ എൻട്രിയാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, ഈ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ട്രേഡേഴ്സ്, അപ്പോൾ നല്ലൊരു മൊമെന്റം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരു മൂവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തതിനു ശേഷം ഏകദേശം ഈ ഒരു ഏരിയയിൽ എത്തിയ സമയത്താണ് ഞാൻ എക്സിറ്റ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം അല്ലേ, നമുക്കിവിടെ ബിയറിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വോളിയത്തിലുള്ള ക്യാൻഡിലുകളാണ് നമുക്ക് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ മാർക്കറ്റിൽ നല്ലൊരു മൂവ് വരാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ,
അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ട്രേഡിൽ എന്ത് ചെയ്യുക, ഒരു ലോജിക്കും കൂടെ നോക്കുക. അപ്പം ഈ ഒരു വലിയ വലിയ ബിയറിഷ് ക്യാൻഡലുകൾ ഫോം ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം എന്തായാലും. കാരണം എന്താണ്, സെൽ സൈഡിലേക്ക് മാർക്കറ്റ് പോകുന്നതിന്റെ ഒരു വലിയ സൂചനയാണ് വലിയ വലിയ ക്യാൻഡലുകൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ, വോളിയം കൂടുതലുള്ള ക്യാൻഡിൽ, വോളിയം ഞാൻ ഓർക്കാറില്ല, അങ്ങനെ ഇൻഡിക്കേറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കാറില്ലെങ്കിൽ കൂടെ നമ്മൾ നോർമലായിട്ട് എന്ത് ചെയ്യാം, വലിയ വലിയ ക്യാൻഡിലുകൾ ഫോം ചെയ്യുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, നോക്കുക അടുത്ത ക്യാൻഡിലിൽ എന്താണ് മൊമെന്റം വരുന്നതെന്നുള്ളത്. ഓക്കെ, അത് എപ്പോൾ ചെയ്യണം എന്നുള്ളതല്ല, നമുക്ക് മാർക്കറ്റ് കുറച്ച് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്. ഓക്കെ, നല്ലൊരു ട്രേഡായിരുന്നു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് എടുക്കാനുള്ള റീസൺ എന്നുള്ളത്. നമുക്ക് 50 മിനിറ്റിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ കാണാം. ഒരു ഓർഡർ ബ്ലോക്ക് ആണല്ലേ. ഓക്കെ, ഒരു ക്ലീൻ ഓർഡർ ബ്ലോക്ക് ആണ് 50 മിനിറ്റ്. ഓക്കെ, ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു ഓർഡർ ബ്ലോക്ക് ആണ്. സ്റ്റിൽ ഓർഡർ ബ്ലോക്ക് OB മൈനസ് 1 മിനിറ്റിൽ പോയി കഴിഞ്ഞാൽ, അതുമല്ല ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിക്കാണ്. ഓക്കെ, വിക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. അത് എന്തായിരിക്കണം, അൺമിറ്റിഗേറ്റഡ് വിക്ക് ആയിരിക്കണം. ഓക്കെ, നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തതിനു ശേഷം എന്ത് വെച്ചിട്ടുണ്ട്, നമുക്കൊരു ബ്രേക്ക് വന്നിട്ടുണ്ട്. ബട്ട് ഇത് ഒരു കൺഫർമേഷൻ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, രണ്ടാമതൊരു സമയത്ത് ഈ ഒരു വിക്കിലേക്ക് വന്ന സമയത്ത് എന്താണ്, നമുക്കിവിടെ കാണാം ഒരു ഓർഡർ ബ്ലോക്ക് ഫോം ചെയ്തു. ആ ഒരു ഓർഡർ ബ്ലോക്ക് ഫോം ചെയ്ത സമയത്ത് തന്നെ ഞാൻ എൻട്രി ചെയ്തു. ഓക്കെ, അപ്പൊ ഇതായിരുന്നു എൻ്റെ എൻട്രി സെറ്റപ്പ് ഇന്നത്തെ. അപ്പൊ നമുക്ക് അടുത്തൊരു ട്രേഡിലൂടെ കാണാം ട്രേഡേഴ്സ്. ബൈ.